ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളെ സർക്കാരിന്നാ. ദേഹത്ത് തൊട്ടാലേ സമാധാനം പറയേണ്ടി വരും. ഞാനേ ഈ വസ്തുവിന്റെ ഉടമസ്ഥനാ. എന്റെ അനുവാദമില്ലാതെ വസ്തു വളക്കാൻ ഞാൻ സമ്മതിക്കില്ല. എവിടെയാ മാധവേട്ടാ? ദേ ബിനു മീനാക്ഷി. ഞാനേ വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോ ഞാനുണ്ടാക്കിയ ഭക്ഷണോ? എന്നും ഭക്ഷണമൊക്കെ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടല്ലേ മോളെ? ബുദ്ധിമുട്ടാണ്. അതൊഴിവാക്കാൻ ഒരു വഴിയുണ്ട്. അച്ഛനും അമ്മയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചാ മതി. അത് ശരിയാവില്ല മോളെ. തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇവിടുന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ മാനത്തെ കൊട്ടാരത്തിലേക്കാ. അങ്ങനല്ലേ പദ്ധതി ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ മാറ്റമില്ല. പദ്ധതിയും ചാർട്ടും ഒക്കെ കൊള്ളാം. അതിനു മുന്നേ ഈ ബസിന്റെ ഉടമസ്ഥൻ വന്ന് ബസ് എടുത്തോണ്ട് പോയാലോ? അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ മാധവേട്ടൻ ചെയ്തിരിക്കും. അതെന്താ? ഞാൻ മെക്കാനിക്കല്ലേ. ഒരാന വന്ന് പിടിച്ചാലും ഇതൊരടി അനങ്ങാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ എനിക്കറിയാം. എന്നാലേ ഞാൻ ഇറങ്ങുക. നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കേ. വൈകിട്ട് ഞാൻ വന്നിട്ട് പോയാ മതി കേട്ടോ. ബിനുവേട്ടന് അച്ഛന് പോവാൻ ടാക്സ് റെഡിയാക്കിയിട്ടുണ്ടെന്ന്. എങ്കിൽ ഇന്ന് വിനുവിന്റെ ടാക്സിയിൽ തന്നെ പോവാം. ആ കവറിങ് എടുക്ക. പോവാ. ശരി മോളെ. കേറട്ടോ? ശരി മോളെ. പോട്ടെ. ഇതാണ് വസ്തുവിന്റെ പ്ലാൻ. 15 സെന്റ് ഉണ്ട്. അത് റെക്കോർഡിലാണെന്ന് നോക്കിയാ പ്രമാണത്തിൽ പറയുന്നതിനേക്കാൾ സെന്റ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. കല്ലോട് കല്ല് പിടിച്ച് അളന്നാ മതി. സെന്റ് കുറവുണ്ടെങ്കിലേ അത് ഞങ്ങൾ സഹിച്ചു. അല്ലടാ, കൂടുതലുണ്ടെങ്കിലേ ആർക്കും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ സാർ ഇവിടെ ചെയ്യാൻ പോന്നേ? എന്താണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായില്ലേ? ഞങ്ങളെ നിങ്ങളുടെ ഓണർ ഭീഷണിപ്പെടുത്തി ഓടിച്ചത് നിങ്ങളും കണ്ടതല്ലേ? ഞങ്ങൾക്ക് അവകാശപ്പെട്ട വസ്തു കിളവൻ കൈയടക്കി വെച്ചേക്കുക. നടക്കില്ല. സർവേ ഓഫീസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്. വസ്തു അളക്കണം. അതിപ്പോ മുതലാളി വന്നിട്ടില്ല. മുതലാളി വരാതെ അളക്കാൻ പറ്റില്ല. നീ പോയി പണി നോക്കണേക്കാ. അവനൊരു മൊയലാളി. നിന്റെക്ക് വർക്ക്ഷോപ്പിന്റെ മുതലാളി മാധവൻ നായരല്ലടാ. ഞങ്ങളെ ആ മാധവൻ നായരുടെ മക്കളാടാ. സാറ് കുറുപ്പ് സാറുമായിട്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അപ്പൊ കുറുപ്പ് സാറ് അളക്കാൻ പറഞ്ഞത്. ഞങ്ങള് സർക്കാരിന്നാ. ശല്യം ചെയ്താലേ ജോലി തടസ്സപ്പെടുത്തിയതിന് കേസാവും. അതുകൊണ്ട് അനിയൻ ജോലി തടസ്സപ്പെടുത്താതെ അങ്ങോട്ട് മാറി നിൽക്കും. വാ.
15 സെന്റ് ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ സെന്റിന് എന്ത് വില കിട്ടൂടാ? വിറ്റാൽ എത്ര തുക വെച്ച് നമുക്ക് ഷെയർ കിട്ടും? അതൊക്കെ അളന്നു കഴിഞ്ഞ് പറയാൻ പറ്റൂ. എന്താ ഇവിടെ? എന്താണ്? എന്താ ഇവിടെ പരിപാടി? എന്താ ഇത്? മാധവേട്ടാ, മാധവേട്ടന്റെ മക്കള് അളവുകാരെയും കൊണ്ട് വന്നിരിക്കുക. സ്ഥലം അളന്ന് വിൽക്കാനാ പരിപാടി. ഓഹോ, ഇത് പിടിക്ക. അളക്കാൻ വന്നിരിക്കുന്നോ? ഇങ്ങോട്ട് എടുക്ക. കൊണ്ടുപോ. എന്റെ പറമ്പിൽ എന്നെ അനുവാദം ഇല്ലാതെ കയറിയവരൊക്കെ പുറത്തു പോകണം. ഇവിടെ ഒരളവിന് ഞാൻ ആരെയും ഏർപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ഇറങ്ങിക്കോണം. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം. ഞങ്ങളെ സർക്കാരിന്നാ. ദേഹത്ത് തൊട്ടാലേ സമാധാനം പറയേണ്ടി വരും. ഞാനേ ഈ വസ്തുവിന്റെ ഉടമസ്ഥനാ. എന്റെ അനുവാദമില്ലാതെ വസ്തു വളക്കാൻ ഞാൻ സമ്മതിക്കില്ല. സർക്കാർ സർവേയറാ വന്നിരിക്കുന്നത്. കളിച്ചാലുണ്ടല്ലോ അകത്ത് പോകേണ്ടി വരും. ചുമ്മാ വരട്ടാതെ പോടാ. ഇതേ മാധവന്റെ വസ്തുവാ. ഇവിടെ മധുര കെട്ടണോ അടയ്ക്കാ വെക്കണമെന്ന് മാധവൻ തീരുമാനിക്കും. മനസ്സിലായില്ലേ? ഇവനൊരു ഭിന്നശേഷിക്കാരനാ. ഇവനെ തല്ലിയെന്നും പറഞ്ഞ് തിരിച്ചും മറിച്ചും 4-5 കേസ് കൊടുത്താലേ ഈ സർക്കാർ ജോലിയൊക്കെ അങ്ങ് തെറിക്കും. അതൊക്കെ വേണോ? വയസ്സാം കാലത്ത് ആൺമക്കളൊന്നും തിരിഞ്ഞു നോക്കാൻ കാണില്ല. മര്യാദയ്ക്ക് മടങ്ങിയ പെൻഷൻ വാങ്ങിയെങ്കിലും തിന്നാം. എന്താടോ ഇത്? വസ്തുവിന്റെ ഉടമയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാടോ വസ്തു അളക്കുന്നത്? വാലും തുമ്പും ഇല്ലാത്ത കാര്യത്തിനാണോ സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ച് വീട്ടിലാക്കുന്നത്? ആ ടേപ്പ് സാധനങ്ങളും എടുത്ത് വണ്ടിയിൽ വെക്ക്. ഇതുവരെ അച്ഛൻ എന്നുള്ള മര്യാദ ഞങ്ങൾ കാണിച്ചത്. ഇനി അത് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. മെക്കാനിക്കിന്റെ കമ്പിപ്പാര തന്നെ മാധവൻ ഇന്ന് പ്രതീക്ഷിച്ചാ മതി. നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഈ വർക്ക്ഷോപ്പ് ഞങ്ങൾ പൂട്ടിച്ചിരിക്കും. ചെവിയിൽ നുള്ളിക്കോ. അതേടാ, കാണാവടാ. വാടാ. ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ല മോനെ. ഒന്നുകിൽ ജനിപ്പിച്ച മക്കളെ കൊല്ലുക, അല്ലെങ്കിൽ ഇവനെയൊക്കെ ജനിപ്പിച്ച കുറ്റത്തിന് സ്വയം ജീവൻ ഒടുക്കുക. മാനത്തെ കൊട്ടാ